ഒരു നാളും പതിവില്ലാതെ മൂപ്പിലായി 500 രൂപയും തന്നു. ഇന്ന് മഴ തന്നെ. നില്ലടാ എവിടെ പോണ്ട? നീ ഒന്ന് മിണ്ടാവണേ. ഒന്നുമില്ലടാ, പല കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. നീ എന്തായാലും ഇവിടെ വന്നേ, ഒരു ചായ കുടിച്ചോ. ഇപ്പൊ വേണ്ട കൊണ്ടല്ല. അവരൊന്നും ഇല്ലടാ, അവിടെ പോവല്ലോ. ഇപ്പൊ ഞാനും മറ്റേ കേട്ട് കളവന് മാത്രമേ ഉള്ളൂ. നീ ആരാടാ? അമ്മാവാ, ഇതെന്റെ ഒരു സുഹൃത്താ. അവനെ കാണാനൊന്നും കിട്ടില്ല, വലിയ തിരക്കുള്ള പുള്ളിയാ. ഒന്ന് കണ്ടപ്പോ ഒന്ന് വിളിച്ചു. അവന്റെ നീ ഇവിടെ ഞാൻ ചായ നീ പോയി കടയിൽ പോയി സാധനം വാങ്ങിട്ട് വാ, ഞാൻ ചായ ഇട്ട് കൊടുക്കാം. അവന് ചായ മാത്രം കൊടുത്താൽ പോരാ, ഉച്ചയ്ക്ക് ഊണ് കൂടെ കൊടുത്തു വിടണം. അവൻ എവിടെ പോവാൻ തിരക്കെന്നാണ് പറഞ്ഞത്. ആ സാധനമല്ലോ, നീ പോയിട്ട് വാ. തന്നെ നിങ്ങൾ നോക്കിക്കൊള്ളൂ, ഞാൻ പോയി ഇറച്ചി വാങ്ങിക്കുന്നത്. ചായ നീ എവിടെ പോവാൻ വേണ്ടി വന്നേ? ഞാൻ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ വന്നതാ. അതാരുടെ ഇവിടെ? ഞാൻ അറിയാത്ത ഒരാള്. ഞാൻ അരവിന്ദന്റെ കൂടെ ഇപ്പൊ ജോലിക്ക് പോകുന്നത്. ഓ, നമ്മളെ താഴത്തെ പുള്ളിക്കാരൻ്റെ ഒരു 500 രൂപ വാങ്ങാന്ന് വിചാരിച്ചാ വന്നത്. ഓ, അങ്ങനെ ആടാ. പിന്നെ മക്കളൊക്കെ സുഖമായിരിക്കാം? അവരൊക്കെ എന്ത് പരിപാടി? ഒരാൾ 9 പഠിക്കുന്നു, ഒരാൾ 6ാം ക്ലാസ് പഠിക്കും. സുഖമായിരിക്കുന്നല്ലേ? എന്നാ പിന്നെ ഞാൻ പോട്ടാ. നീ ഇറങ്ങി വിളിക്കുന്നേ. കണ്ടിട്ട് കുറെ കാലമായി, അതാണ്. ശരിടാ, ശരി. നീ പെട്ടെന്ന് പോയിട്ട് വാ. ഓ ശരി, ഞാൻ കാശ് വെച്ചിട്ട് കള്ളവെല്ലാം പറഞ്ഞു. അമ്മാവാ, അമ്മാവോ, എന്താടാ നിങ്ങൾ കാശ് എടുത്തായിരുന്നോ? ഇല്ല, പിന്നെ ഇവിടെ കാണാനില്ല, ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഒരു 500 രൂപ വാങ്ങാന്ന് വിചാരിച്ചാ വന്നത്. കൂട്ടുകാരോട് വന്നില്ലേ? ഓ, അവനായിട്ട് എടുത്തിട്ട് പോയിരിക്കും. നിങ്ങൾ അവനെ കുറിച്ച് അങ്ങനെ പറ. അവ അങ്ങനത്തെ പയ്യനൊന്നല്ല അമ്മാവാ. എടാ, ഇക്കാലത്ത് ആരെയും വിശ്വസിച്ചൂടാ. നീ പോയി അവനോട് ചോദിക്കും. എങ്കിലും അമ്മാവാ അവനോട് ചോദിക്കണം. അവനോട് ചോദിച്ചാ പറ്റൂ. ചോദിക്കണം, പോയി ചോദിക്കും. നീ അനിലെ കണ്ടായിരുന്നു? ഞാൻ ആരെയും കണ്ടില്ല. നീ എന്താ കിടക്കുന്നത്? കാര്യം പറ. അല്ല, രാവിലെ അവൻ വീട്ടിൽ വന്നായിരുന്നേ. അപ്പൊ അവിടെ മേശപ്പുറത്ത് കാശിരുന്നു. അപ്പൊ അതിനെ ഇപ്പൊ കാണാനില്ല. അപ്പൊ അവ എടുത്തിട്ടല്ല, കണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി. ഇത് അവൻ തന്നെ എടുത്തിരിക്കും. ഇന്നാളൊരു വീട്ടിൽ നിന്ന് അവ ഇതുപോലെ എടുത്തായിട്ട് പരാതി പറഞ്ഞിരുന്നു ആൾക്കാർ. എനിക്ക് ഉറപ്പാണ് അവൻ തന്നെ എടുത്തിരിക്കും, ഒരു സംശയമില്ല. എടാ, അവ അങ്ങനെ എടുക്കില്ല. എന്നാലും ഒരു സംശയം, അത്രേ ഉള്ളൂ. അല്ല എടാ, ഇത് അവൻ തന്നെ എടുത്തിരിക്കും, ഒരു മാറ്റവും ഇല്ല. വാ, ഞാനും കൂടെ വരാം. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാലൊടലൊടലൊടലേ. പണ്ട് ജഗതി പാടി പാട്ടല്ലേ? അതെ, അതൊക്കെ പണ്ട്. ഇതിപ്പോ ഞാൻ വേറെ ചേരാണ്. മഴ പെയ്ത് വെള്ളം ജല ജല ജല. കളി ജഗതി നന്നായിട്ട് പാടിയിട്ടുണ്ടോ ഈ പാട്ട്? ഈ കളിയുടെ പൈസ എടുത്തേ? പൈസ എടുത്തതാ? മാത്രമേ പൈസ എടുത്തതാ? നീ എടുത്തോ പൈസ? നീ എടുക്കോളാ. ദാമുവിന്റെ പൈസ മോഷിച്ചു പറഞ്ഞ എന്ന് പറഞ്ഞില്ല. ദാമുവിന്റെ അടുത്ത് പറഞ്ഞു കാശ് എടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല, മോഷത്തെന്ന് പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ വന്നതിന് അവിടെ കാശ് കാണാനില്ല. ഇപ്പൊ ശരി, ഇപ്പൊ ഞാൻ തെറ്റുകാരനായില്ലേ? ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. നീ ചെയ്ത ശരിയായില്ല. അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ നീ നിന്റെ കൂട്ടുകാരനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിക്കണം. ആണോ, നിങ്ങൾ പാട്ട് പാടിക്കൊണ്ട് തിരിയണമെങ്കിലും നിങ്ങൾ ഭയങ്കര ബുദ്ധി തന്നെ. നീ എടുത്ത പൈസ കൊടുറേ. ഇപ്പോഴാകുമ്പോൾ നമ്മൾ മാത്രമേ അറിയുള്ളൂ. എനിക്കിത്തിരി സാമ്പത്തിക പ്രശ്നമൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഞാൻ ആരെയും കാശ് എടുക്കത്തില്ല. നീ എടുത്തെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നീ എടുത്തായിരിക്കുമെന്ന് എൻ്റെ അമ്മാവൻ പറഞ്ഞത്. അപ്പൊ അത് നിന്നോട് ചോദിക്കാൻ കരുതിയ ഞാൻ വന്നത്. ഹലോ, പൈസ കിട്ടി കേട്ടോ. ആ വളത്തിന് സംസാരിച്ചത് പൈസ കിട്ടിയാ? ഇവിടെ ഞാൻ മേശപ്പുറത്തല്ലേ കാശ് വെച്ചിരുന്നത്. അത് കാറ്റടിച്ചാലേ തറയിൽ വീഴുന്നിരിക്കും. തറയെല്ലാം വൃത്തിയാക്കിയപ്പോഴേ അതിന്റെ അടിയിലുണ്ടായിരുന്നത് കാശ്. മാമ, എങ്കിലും അവനെ വെറുതെ സംശയിച്ചല്ലേ? ആ ശരി ശരി മാമ,
എന്നോട് ക്ഷമിക്കണം. കാശ് കിട്ടി, അവിടെ മേശേരി എടുക്കുന്നുണ്ട്, അറിയാമോ? സോറി, വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിലാണ്. എന്നോട് ക്ഷമിക്കണം. അളിയാ, ഇതിനെല്ലാത്തിനും കാരണം ആ കള്ള പന്നിയാണ്.